പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാ എൻ്റെ യൂട്യൂബ് ഓഡിയൻസിനും നമ്മുടെ മെസ്സേജുകൾ കാണുന്നവർക്കും എല്ലാവർക്കും വീണ്ടും വരുന്നവനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലീന അൽഫോൻസ ആൻറ്റിയാണ്. ആൻറ്റിക്ക് ട്രിവാൻഡ്രത്തെ ഗ്ലോറി കോൺഫറൻസിൽ നടന്നിട്ടുള്ള 2-3 ശക്തമേറിയ അനുഭവങ്ങൾ, ഹീലിങ്ങിൻ്റെ സാക്ഷ്യങ്ങൾ, സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം, അസെൻഷന്റെ ഒരു സാക്ഷ്യം നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് നേരിട്ട് ലീന ആൻറ്റിയോട് തന്നെ ചോദിക്കാം, എന്താണ് തൻ്റെ അനുഭവം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അനുഭവം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങളും പരിശുദ്ധാത്മാവ് ഇന്ന് സൗഖ്യമാക്കാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രൈസ് ലോർഡ്. ആൻറ്റിയുടെ പേര് എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞാട്ടെ, എവിടുന്നാ വരുന്നത്? എന്റെ പേര് ലീന അൽഫോൻസ, ഫ്രം കഴക്കൂട്ടം. ഓക്കെ, ട്രിവാൻഡ്രത്തുള്ള കഴക്കൂട്ടത്തു നിന്നാണ് ആൻറ്റി വരുന്നത്. ആൻറ്റി, അന്നത്തെ മീറ്റിംഗിൽ വന്നത് ട്രിവാൻഡ്രത്തെ ഗ്ലോറി കോൺഫറൻസിലല്ലേ ആൻറ്റി വന്നത്? ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൂടെയാണല്ലേ ആദ്യമായിട്ട് നമ്മളുമായിട്ട് കണക്ട് ആകുന്നത്, അതോ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെയാണോ ആദ്യമായിട്ട് കണക്ട് ആയത്? എല്ലാ മെസ്സേജും കേട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, യൂട്യൂബിലൂടെ ആൻറ്റി നമ്മുടെ മെസ്സേജുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആൻറ്റിയാണ്. അപ്പോൾ നമ്മുടെ പരസ്യം കാണുകയും ട്രിവാൻഡ്രത്തുള്ള ഗ്ലോറി കോൺഫറൻസിൽ 2 ദിവസവും പങ്കെടുക്കുകയും ചെയ്തു. ആൻറ്റി, അതിൽ ഒരു ഹീലിംഗിന്റെ ടെസ്റ്റിമണി ആൻറ്റിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ അവസരം തരികയാണ്. പറഞ്ഞാട്ടെ, ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ആ സമയത്തെ ആ ശുശ്രൂഷകളെ കുറിച്ച് ഒന്ന് പറഞ്ഞാട്ടെ. ശരീരത്തിൽ എനിക്ക് 1.5 വർഷം കൊണ്ട് BP കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഹൈ BP ആയിരുന്നു. രാവിലെയും രാത്രിയും മെഡിസിൻ എടുക്കുമായിരുന്നു. അപ്പം മെഡിസിൻ എടുത്തിട്ട് വളരെ വ്യത്യാസമൊന്നും കണ്ടില്ല. അന്ന് രാവിലെ ഞാൻ മീറ്റിങ്ങിന് വന്നപ്പോൾ മെഡിസിൻ എടുക്കാൻ മറന്നുപോയി. പക്ഷെ ആ ഹീലിംഗ് സെഷനിൽ ദൈവം എന്നെ ടച്ച് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. 2 ദിവസം വീട്ടിൽ വന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ തോതിൽ BP ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ 2 ദിവസം നോക്കിയപ്പം BP നോർമലായി തന്നെ പോകുന്നു. ഞാൻ മെഡിസിൻ എടുക്കുന്നില്ല. അതൊരു വലിയ സാക്ഷ്യം. ആന്റിയുടെ BP-യുടെ അളവ്, ആ നമ്പേഴ്സ് ഒന്ന് പറയാമോ? ആദ്യം എത്രയായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ശേഷം എത്രയായെന്നും കൂടെ പറയണം. പറഞ്ഞാട്ടെ. ആദ്യം എനിക്ക് 210, 110 ആയിരുന്നു. ആദ്യം 210, 110 ആയിരുന്നു ആന്റിയുടെ BP. അതിൽ നേരത്തെ പറഞ്ഞ ചില അനുഭവങ്ങൾ ഒന്ന് പറഞ്ഞാട്ടെ, ഡോക്ടറിന്റെ അടുക്ക പോകുമ്പോഴൊക്കെ ഉള്ള അനുഭവങ്ങൾ ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോ എനിക്ക് എപ്പോഴും കൂടി നിൽക്കും. മരുന്ന് കഴിച്ചാലും 180, 90, 100 ഒക്കെ വരും. മരുന്ന് കഴിച്ചാലും വരും. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതിനേക്കാളും കൂടിയ ഡോസ് എടുക്കണം. എനിക്കപ്പോ ഒരു ഡൗട്ടായി. ഞാൻ കാർഡിയോളജിയെ കണ്ടു. അപ്പം കാർഡിയോളജി ഇത് തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്കിത് ഡീമൺസിന്റെ ഒരു വിഷയമായിട്ട് തോന്നി. ഡീമൺസിന്റെ അറ്റാക്ക് ആയിരിക്കുമെന്ന് തോന്നി. എന്നാ പ്രേയറിന് വന്നപ്പോഴത്തേക്ക് മെഡിസിൻ എടുക്കാതെ വന്നെങ്കിലും അന്ന് ദൈവം എന്നെ ടച്ച് ചെയ്തു. എനിക്ക് നല്ല വ്യക്തമായി പിന്നെ മനസ്സിലായി. ഓക്കെ, അന്ന് നമുക്കൊരു ഹീലിംഗ് മൂവ്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 5 6 പേര് സൗഖ്യമായത് ഡയറക്റ്റ് കേട്ടു. ഒപ്പം ആന്റിയെയും അത് സ്പർശിക്കുന്നതായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു. പക്ഷെ ആന്റിക്ക് അത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു BP-യുടെ. അതുകൊണ്ട് ആന്റി പറഞ്ഞു പിന്നീട് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആന്റിയുടെ BP എത്രയിലേക്ക്, 210 എത്രയിലോട്ട് കുറഞ്ഞു? 130/80 എന്ന് പറഞ്ഞാൽ നോർമൽ BP അല്ലേ? നോർമൽ BP അല്ലേ? അതെ. ആന്റിയുടെ പ്രായത്തിൽ നോർമൽ BP-യിലേക്ക് 210 നിന്ന്, ശരിയാണോ? അതെ. 210 നിന്ന് 130/80 മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ 2 ദിവസമായിട്ട് ആന്റി അത് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നാണ് എന്നോട് പറഞ്ഞത്. 2 ദിവസമായിട്ടും അങ്ങനൊരു അതേ നോർമൽ സ്റ്റേറ്റിൽ തുടരുകയാണ്. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് BP-യിൽ നിന്ന് ആന്റിയെ വിടുവിച്ചിരിക്കുകയാണ്. ആ സാക്ഷ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു ഹീലിംഗ് അല്ല, ഒരു ഹെവിനെസ് പോയ അനുഭവം ഒന്ന് ഷെയർ ചെയ്താട്ടെ. ഞാൻ അന്ന് പിന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല. 2 ദിവസം ഒരു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ബോഡിയില് ഹെവിനെസ് ഇല്ല, ലൈറ്റ് ആയിട്ട് തോന്നുന്നു. ഹെവിനെസ് ഇല്ല ബോഡിയിൽ. എപ്പോഴും ഒരു ഭാരവും ഹെവിനെസ്സും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. ആ അസ്വസ്ഥതകൾ ഇപ്പൊ ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2
പവർഫുൾ ആയിട്ടുള്ള ഹീലിംഗിന്റെ ടെസ്റ്റിമണീസ് ആണ് നമ്മൾ കേട്ടത്. ഇനി ഉള്ളത് ഒരു ആത്മ അനുഭവത്തിന്റെ സാക്ഷ്യമാണ്. ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ 12:30 ആയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി, പ്രത്യേകം എടുത്തു പറഞ്ഞു, ലീന അൽഫോൻസ ആന്റിയുടെ അടുത്ത് പോയി സ്പിരിറ്റ് ഓഫ് അസെൻഷനെ ആക്ടിവേറ്റ് ചെയ്യണം എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് അസെൻഷൻ അടുത്ത് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അപ്പോ എനിക്ക് ഇതിനു മുൻപ് ഒരു മീറ്റിംഗിൽ ഞാൻ അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ അടുത്തു പോയി. എന്റെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്കും അറിവ് കുറവുണ്ട്. കാരണം നമ്മുടെ സൂമി കയറുന്നവർക്കറിയാം, അസെൻഷൻ എന്ന് പറഞ്ഞാൽ ദർശനം എന്നല്ല, ബോഡി വിട്ട് സ്പിരിറ്റ് എടുക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഹല്ലേലൂയ. മണിക്കൂറുകൾ ഫ്രീസ് ആയി പോയ പോലെ കിടക്കുന്ന ഒരു അനുഭവമാണ് അത്. പക്ഷെ അത് നമ്മുടെ മീറ്റിംഗിൽ ഇന്നു വരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു ആദ്യമായിട്ട് അത് ലീന ആന്റിയുടെ മേൽ അത് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. ഞാൻ അദ്ദേഹത്തെ തൊട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ പ്രാവശ്യം തൊട്ടപ്പോ വലുതായിട്ടൊന്നും അനുഭവിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെയും കാണുന്നു സ്പിരിറ്റ് ഓഫ് അസെൻഷൻ ഇവിടെ നിപ്പുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് കൈവച്ചപ്പോ തൊട്ട് ഞാൻ പോലും ഞെട്ടിപ്പോകുന്ന വിധത്തിൽ ആന്റി അടുത്ത 1.5 മണിക്കൂറുകൾ ഫ്രീസ് എന്തോ ഒരു അനുഭവത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ഞങ്ങൾ എല്ലാവരും കണ്ടത്. 12:30-ക്കാണ് ഇത് ആരംഭിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ബ്രേക്ക് ടൈം ഉണ്ടായിരുന്നു. ബ്രേക്ക് ടൈമിൽ എല്ലാവരും ചായ കുടിക്കുന്നു, വർത്താനം പറയുന്നു, ചോറ് കഴിക്കാൻ പോകുന്നു. ഞാനും ഇടയ്ക്ക് ഷാർജ ഷെയ്ക്ക് കുടിക്കുന്നു. അപ്പോഴെല്ലാം ആന്റി ഇങ്ങനെ കിടക്കുകയാണ്. ഇടയ്ക്ക് ഉള്ള കാര്യം പറയാം, ഞങ്ങൾ അല്പം ഭയപ്പെട്ടു പോയി. എന്താണ് സംഭവിക്കുന്നത്, വല്ലതും ശ്വാസം പോയതാണോ? പലരും എന്നോട് ഒന്ന് പറയാം, മോനെ പോയി തട്ടി നോക്ക്, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. എല്ലാവരും നടക്കുന്നു, വർത്താനം പറയുന്നു, ഒന്നും അറിയാത്തവളായി അവിടെ കിടക്കുകയാണ്. ഈ അനുഭവത്തിന്റെ പേരാണ് അസെൻഷൻ. നമ്മുടെ ബോഡിയിൽ നിന്ന് പൗലോസിനെ ദൈവം എടുക്കപ്പെട്ടു 3-ാം സ്വർഗത്തോളം, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത്. ആ അനുഭവത്തിന്റെ ഒരാരംഭം നമ്മുടെ മീറ്റിങ്ങുകളിൽ തുടങ്ങി. അതിന്റെ പൂർണ്ണത എത്തിയിട്ടില്ല. അതിന്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ ലീന ആന്റി ഷെയർ ചെയ്യുന്നതായിരിക്കും. ആന്റിക്ക് എന്താണ് ആ സമയത്ത് സംഭവിച്ച ആ മുഴുവൻ കാര്യങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ബ്രദർ വന്ന അസെൻഷന്റെ സ്പിരിറ്റ് അവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. എന്റെ തലയിൽ കൈവച്ചു. അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല. എനിക്കിതുവരെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വരാത്തത് കൊണ്ട് ഇതെങ്ങനെ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ബ്രദർ പറഞ്ഞ് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. കണ്ണടച്ച് കുറച്ചു നേരം ഇരുന്നപ്പോ ബോഡിയൊക്കെ അങ്ങ് തണുത്തു. എനിക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ കൈയും കാലും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത്ര 1.5 മണിക്കൂർ എങ്ങനെ അതിൽ പോയി ഇരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എങ്ങനെ അത് 1.5 മണിക്കൂർ ഞാൻ എങ്ങനെ അവിടെ ഇരുന്നെന്ന് എനിക്കറിയത്തില്ല. ബോഡിയൊക്കെ അങ്ങ് തണുത്തു പോയി. ബോഡി തണുത്ത് ഫ്രീസ് ആയി പോയെന്നാണ് ആന്റി പറയുന്നത്. ആന്റിക്ക് ഒന്നും അറിയാൻ കഴിയാത്ത ഒരു സുഖ അനുഭവത്തിൽ, അല്ലെ, സുഖ അനുഭവത്തിലായിരുന്നു. ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് ആന്റി പ്രവേശിച്ചു. പക്ഷെ അന്ന് ആന്റിയെ ദൈവം റെലം ഓഫ് സ്ക്രോൾസിലോട്ട് കൊണ്ടുപോകുന്നെന്നാണ് എന്നോട് പറഞ്ഞത്. അത്രയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ആന്റിക്ക് ഉണ്ടായില്ല. കാരണം നമുക്കും പല സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇങ്ങനൊരു അനുഭവം ചർച്ചിൽ കോമൺ അല്ലാത്തത് കൊണ്ട്. പക്ഷെ ഇനിയും തൊട്ട് സ്പിരിറ്റ് ഓഫ് അസെൻഷൻ സഭയിൽ കോമൺ ആകാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു. അതുകൊണ്ട് ഇതൊരു ആരംഭമാണ്. ലീന ആന്റിക്ക് ഉണ്ടായ 1.5 മണിക്കൂർ ഉള്ള ഫ്രീസിങ് എക്സ്പീരിയൻസ്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഒരു മാതൃകയാണ്. ഇനി അത് അനേകർക്ക് സംഭവിക്കാൻ പോകുന്നു. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ലീന ആന്റിയിൽ നിന്ന് കേട്ട ഈ സാക്ഷ്യങ്ങളുടെ ബേസിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി BP, ഷുഗർ, ഡയബറ്റിസ്, പാൻക്രിയാസിനുള്ള പ്രശ്നങ്ങൾ, ലിവർ പ്രോബ്ലങ്ങൾ, കിഡ്നീസിന്റെ ട്രബിളുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേൽ രോഗസൗഖ്യം ഇപ്പോൾ വ്യാപരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലീന ആന്റിയുടെ സാക്ഷ്യം ഞങ്ങൾ കേട്ടു. ഒപ്പം തന്നെ ഞങ്ങളെ ഇപ്പോൾ ഈ ടെസ്റ്റിമണി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ കൃപയും സൗഖ്യത്തിന്റെ കരവും ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐ റിലീസ് ദ സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്. സൗഖ്യത്തിന്റെ ആത്മാവിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഞാൻ റിലീസ് ചെയ്യുന്നു. സ്പിരിറ്റ് ഓഫ് അസെൻഷനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഡയബറ്റിക്സ് മാറിപ്പോട്ടെ, ക്യാൻസർ മാറിപ്പോട്ടെ, ലിവർ സിറോസിസ് മാറിപ്പോട്ടെ, പാൻക്രിയാസിന്റെ ട്രബിൾ മാറിപ്പോകട്ടെ,
ഡയബറ്റിക്സ് മാറിപ്പോകട്ടെ, പാരമ്പര്യമായി വന്നിരിക്കുന്ന ഡയബറ്റിക്സ് മാറിപ്പോകട്ടെ. അതോടൊപ്പം തന്നെ BP നോർമൽ ആകട്ടെ, ഷുഗർ നോർമൽ ആകട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ശരീരത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹെവൻലി ക്ലൈമറ്റ് ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലീന ആന്റിയും ബ്ലസ് ചെയ്യുന്നു. ആന്റിയുടെ മേൽ വന്ന അത്ഭുതം നിലനിൽക്കട്ടെ. ആ ക്ലൈമറ്റ് ഓഫ് ഗ്ലോറി നിലനിൽക്കട്ടെ. സ്പിരിറ്റ് ഓഫ് അസെൻഷൻ മോർ ആക്ടിവേറ്റ് ആകട്ടെ. തിരുകാരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.